മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് സൈറ്റുകളിലേക്ക് വരുന്നു. മറ്റന്നാൾ മുതൽ മഹേഷ് നാരായണൻ്റെ ചിത്രം പാട്രിയോയിൽ ഹൈദരാബാദിലാണ് ജോയിൻ ചെയ്യുക. വിവരങ്ങളുമായി മനു ചേരുകയാണ്. മനു, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളിയെ കൂടുതൽ സന്തോഷവാനാക്കി അവരുടെ പ്രിയ മെഗാസ്റ്റാർ ഇതാ ഷൂട്ടിംഗ് സൈറ്റുകളിലേക്ക്. തീർച്ചയായും നമ്മൾ മലയാളം ഏറ്റവും കാത്തിരുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മമ്മൂക്ക സിനിമാ ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഒക്ടോബർ 1, അതായത് മറ്റന്നാൾ മലയാളി കാത്തിരുന്ന ആ ദിവസമാണ്. പേട്രിയറ്റ് എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്ന മഹേഷ് നാരായണന്റെ മോഹൻലാലും ഒന്നിച്ചുള്ള സിനിമയിലേക്കാണ് പ്രിയപ്പെട്ട മമ്മൂക്ക മടങ്ങിയെത്തുന്നത്. ഹൈദരാബാദിലാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. രാമോജി റാവു ഫിലിം സിറ്റിയാണ്. 7 മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങി വരുന്നത് എന്ന വലിയ ആകാംക്ഷയുണ്ട്, വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു മമ്മൂക്ക എപ്പോൾ മടങ്ങി വരും എന്നതിന് വേണ്ടിയിട്ട്. ഒരുപക്ഷേ സമീപകാലത്ത് കേരളം ഇത്രയധികം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു സമയമില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ മമ്മൂക്കയുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിച്ചു നിന്ന ആ ഒരു സമയം ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവസാന ടെസ്റ്റും ഞാൻ പാസ്സായടാ എന്ന് പറയുന്ന ആ സന്ദേശം മമ്മൂക്കയുടേതായി പുറത്തേക്ക് വന്നത്. എന്തൊരു സന്തോഷമായിരുന്നു നമുക്ക്, എന്തൊരു ആവേശമായിരുന്നു. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമല്ലേ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവല്ലേ, നമ്മളിങ്ങനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന നടൻ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു ആവേശം ചെറുതല്ല അജിംഷാദ്, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മമ്മൂക്ക വരുന്നു എന്നതിനപ്പുറം ഇന്നത്തെ ദിവസത്തെ അടയാളപ്പെടുത്താൻ വേറെ വാക്കുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രിയപ്പെട്ട ആൻഡോ ജോസഫാണ് അല്പസമയം മുമ്പ് ഫേസ്ബുക്കിലൂടെ ഔദ്യോഗികമായി അതിന് സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കാൻ ഒക്ടോബർ 1 മുതൽ. ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിൻ്റെയും ബലത്തിൽ അതിജീവിച്ചു. മമ്മൂക്ക ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും. പ്രാർത്ഥനകളിൽ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ 100% സത്യമായ വാചകമാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇത്രയധികം മലയാളികൾ, അതിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ടാകാം പ്രിയപ്പെട്ട മമ്മൂക്കയുടെ മടങ്ങി വരവിന് വേണ്ടിയിട്ട്. ആരോഗ്യപരമായ ഒരു ഇടവേള, അങ്ങനെ മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ, മറ്റൊന്നും നമ്മൾ അതിനെ കാണുന്നില്ല. ആ ഇടവേളയ്ക്ക് ശേഷം ഇനി മെഗാസ്റ്റാറിന്റെ മടങ്ങി വരവാണ്. എത്രയെത്ര ചിത്രങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പേട്രിയറ്റ് മലയാള സിനിമയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലൈനപ്പുകളിൽ ഒന്ന്. ഇന്ത്യൻ സിനിമ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പടം. മൾട്ടി സ്റ്റാർ സിനിമയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, അങ്ങനെ എല്ലാവരും അണിനിരക്കുന്ന വമ്പൻ ബഡ്ജറ്റ് സിനിമ. ആ സിനിമയുടെ അടുത്ത ഷെഡ്യൂളാണ്. അങ്ങനെ 7 മാസങ്ങൾക്ക് ശേഷം, നേരത്തെ ശ്രീലങ്കയിലെ ഈ ഷെഡ്യൂളിലൊക്കെ മമ്മൂക്ക അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആരോഗ്യപരമായ ഇടവേളകൾ എടുത്തത്. അതിനുശേഷം മടങ്ങി വരികയാണ്. മലയാളി കാത്തിരുന്ന ദിവസമാണ്, അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു വാചകമാണ് ഇന്നിപ്പോൾ ആൻഡോ ജോസഫിലൂടെ പുറത്തേക്ക് വന്നത് നമുക്കറിയാം. ഇന്നത്തെ ഏറ്റവും വിലപിടിച്ച ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും. അത്രമാത്രം സന്തോഷമാണ്. അത് ഇങ്ങനെ പറഞ്ഞറിയിക്കും എന്ന് നമുക്കറിയാൻ കഴിയില്ല. മലയാളിയുടെ നാണയത്തിനും ഹരികൃഷ്ണൻസിനും ഒക്കെ ശേഷം മോഹൻലാലുമായി ഒന്നിച്ചാണ് എത്തുന്നത് എന്ന ഇരട്ടി മധുരം കൂടിയുണ്ട് അല്ലേ? തീർച്ചയായും എത്രമാത്രം ഒരു മധുരമാണ് അജിംഷാദ്. ഇരട്ടിയാണോ അതിനപ്പുറമാണോ, എങ്ങനെ അതിനെ അളക്കും നമ്മൾ? 17 വർഷങ്ങൾക്ക് ശേഷം, 2020 ശേഷം മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ 2 നെടും തൂണുകൾ, മലയാള സിനിമയുടെ ഏറ്റവും വലിയ താരങ്ങൾ, അവർ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ. അത് മമ്മൂക്കയുടെ ഇതുപോലൊരു വരവ്, മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് ശേഷമുള്ള ഒത്തുചേരൽ, അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ്. ഇതിനെല്ലാം മുകളിലാണ് മമ്മൂക്ക മലയാള സിനിമയിലേക്ക് മടങ്ങി വരുന്നു എന്നൊരു കാഴ്ച. ഇതിനിടയിൽ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ വന്നത് അജിംഷാദിന് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? നമുക്ക് എന്തൊരു ആവേശമായിരുന്നു, എത്ര ആവേശത്തോടെയാണ് നമ്മൾ സ്വീകരിച്ചത്. കാരണം അത്രമാത്രം വെയിറ്റിംഗിലായിരുന്നു നമ്മുടെ മെഗാസ്റ്റാറിന്റെ മടങ്ങി വരവിന് വേണ്ടിയിട്ട്. ആ ഒരു നിമിഷമാണ് ഇനി മറ്റന്നാളിലേക്ക് ഒന്നെത്തിയാൽ ഹൈദരാബാദിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക്, ക്യാമറയ്ക്ക് മുൻപിലേക്ക് അത്ഭുതങ്ങൾ തീർക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട താരം വീണ്ടും മടങ്ങിയെത്തുന്നു. ഇനി ഒരുപാട് വിസ്മയങ്ങൾ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട് കാണാൻ. അതെല്ലാം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എത്ര കഥാപാത്രങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ ഓടി മറയുന്നുണ്ട്. കഴിഞ്ഞ ഈ 7 മാസം മമ്മൂക്ക ഇടവേള എടുത്തപ്പോഴും നമ്മളത് ഒരു പരിധിവരെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോയിരുന്നത് ആ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോഴാണ്. നമുക്ക് എത്രമാത്രം വിലപിടിച്ചതാണ് മമ്മൂക്ക എന്ന് നമുക്ക് മനസ്സിലായത് ആ ഇടവേളയുടെ സമയത്താണ്. കാരണം അത്രമാത്രം ആകാംക്ഷയായിരുന്നു. എപ്പോൾ തിരികെ വരും മമ്മൂക്ക, മമ്മൂക്കയുടെ ആരോഗ്യ കാരണങ്ങൾ എങ്ങനെയായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ എന്നൊക്കെ ചിന്തിക്കാത്ത മലയാളി ഉണ്ടോ? കാരണം അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം വന്ന നിമിഷം നമ്മൾ കണ്ടതല്ലേ. ഇങ്ങനെ നിറയുകയായിരുന്നില്ലേ സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, എല്ലായിടത്തും മമ്മൂക്കയായിരുന്നില്ലേ നിറഞ്ഞു നിന്നത്. ഇന്നും അതുപോലെ തന്നെയാണ്. ഇതാ പറക്കുകയാണ് ആ സന്ദേശം. ഇങ്ങനെ മലയാളിയുടെ ഒരു സ്നേഹം എന്താണ് മമ്മൂക്കയുടെ ഉള്ളതെന്ന് നമ്മളിങ്ങനെ അനുഭവിച്ചറിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്, സന്തോഷം 150% സന്തോഷം. അതിനപ്പുറം എന്താണ് പറയുക? എന്താണ് നമ്മൾ പറയാനുള്ളത്? വളരെ സന്തോഷമാണ്. കാരണം
മോഹൻലാലും ജോൺ ബ്രിട്ടാസും മലയാളികൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചതുപോലെ ഇനിയും നമ്മുടെ മസ്തിഷ്കങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളും ചലനങ്ങളുമൊക്കെയായി മമ്മൂട്ടി ഇതാ വീണ്ടും സജീവമാവുകയാണ്. അതിൻ്റെ കാൽവയ്പ് ഹൈദരാബാദിലേക്ക്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ മനു പങ്കുവച്ചത്.